നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനു നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന ഭീഷണിയുമായി ട്രംപ്. ഇറാനു നേരെ അതിശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്ന ഭീഷണി ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈജിപ്തിലെ മെഡിറ്ററേനിയൻ തുറമുഖമായ ഡാമിയേറ്റയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. സംഭവത്തെക്കുറിച്ച് തനിക്ക് ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന് കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് നേരത്തെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും ട്രംപ് പറഞ്ഞിരുന്നു. FBI കൊടും കുറ്റവാളി പട്ടികയിൽ ഇന്ത്യക്കാരൻ. അമേരിക്കയിലെ അന്വേഷണ ഏജൻസിയായ FBI കൊടും കുറ്റവാളി പട്ടികയിൽ ഇന്ത്യക്കാരനും പഞ്ചാബ് സ്വദേശിയായ അമൃത്പാൽ സിംഗിനെയാണ് FBI മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് അമൃത്പാൽ സിംഗ് എന്നാണ് FBI വിശദമാക്കുന്നത്. വടക്കേ അമേരിക്കയിലെ ലഹരി വിതരണം ചെയ്യുന്നതിൽ അമൃത്പാൽ സിംഗിന് വലിയ പങ്കുള്ളതായി FBI കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമൃത്പാൽ സിംഗിന്റെ 2024 ചിത്രമടക്കമാണ് FBI അറിയിപ്പ്. കൊക്കൈനും മെത്താഫെറ്റമിനും വടക്കേ അമേരിക്കയിൽ വിതരണം ചെയ്യുന്ന ലഹരി കാട്ടുമായുള്ള ബന്ധത്തെ തുടർന്നാണ് FBI നോട്ടീസ്. എന്നാൽ ഇയാൾ 2025 ഫെബ്രുവരിയിൽ ജലന്ധറിൽ വെച്ചുണ്ടായ റോഡ് അപകടത്തിൽ മരിച്ചതായി ബന്ധുക്കൾ പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇയാൾക്കെതിരെ ജൂൺ 23-നാണ് FBI അറസ്റ്റ് വാറണ്ട് പുറത്തിറക്കിയത്. പെല്ലറ്റ് ഗൺ പ്രയോഗത്തിന് മാർഗനിർദ്ദേശം വേണം, നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. സുരക്ഷാ സേനകളുടെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിന് മാർഗനിർദ്ദേശം തയ്യാറാക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. ഡൽഹിയിൽ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് ഡൽഹി സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. എന്നാൽ സമരക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ച ജവാനെതിരെ CRPF കേസിന് അനുവാദം നൽകിയില്ല. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടപടിയെന്നാണ് CRPF ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. സാധാരണ സാഹചര്യങ്ങളിൽ സേനകൾക്ക് ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും ഇതിൽ ഒന്നാണ് പെല്ലറ്റ് ഗൺ ഉപയോഗമെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് പരിക്കേറ്റ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെട്ടത്. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകണം, ഒപ്പം പെല്ലറ്റ് ഗൺ ഉപയോഗത്തിന് മാർഗനിർദ്ദേശം തയ്യാറാക്കേണ്ടതുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച RAFന്റെ ആയുധപ്രയോഗത്തിന്റെ വിവരങ്ങൾ സൂക്ഷിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ഒന്നാം പ്രതിയും കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടറുമായ KA രതീഷിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ഇപ്പോഴും 3 സ്ഥാപനങ്ങളുടെ തലപ്പത്ത് രതീഷ് തുടരുന്നതിലാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. ഗുരുതരമായ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ആളെ എങ്ങനെയാണ് നിർണായക പദവികളിൽ തുടരാൻ അനുവദിക്കുന്നതെന്ന് സർക്കാർ ചർച്ച ചെയ്യണമെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ, കേരള ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയ പദവികളിൽ രതീഷ് തുടരുകയാണെന്ന് ഹർജിക്കാരനായ KM ഷാജഹാൻ വാദിച്ചു. ഗുരുതരമായ അഴിമതി കേസിലെ പ്രതിയും CBIക്ക് സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ടുള്ളതുമായ ആൾ നിലവിലെ പദവികളിൽ തുടരാൻ അർഹനല്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. മേജർ രവി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി പച്ചക്കറി വിൽപ്പനക്കാരുടെ സംഘടന. നടനും സംവിധായകനുമായ മേജർ രവിക്കെതിരെ പ്രതിഷേധവുമായി പച്ചക്കറി കച്ചവടക്കാരുടെ സംഘടനയായ കേരള വെജിറ്റബിൾ മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത്. ലക്ഷക്കണക്കിന് ആളുകൾ അധ്വാനിച്ച് ജീവിക്കുന്ന മേഖലയെ അപമാനിക്കുന്ന രീതിയിലാണ് മേജർ രവിയുടെ പരാമർശമെന്ന് അസോസിയേഷൻ ആരോപിച്ചു. ഞാൻ ഇറങ്ങി വന്നത് പട്ടാളത്തിൽ നിന്നാണ്, അല്ലാതെ പച്ചക്കറി മാർക്കറ്റിൽ നിന്നല്ല എന്ന മേജർ രവിയുടെ വിവാദ പ്രസ്താവനയാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മേജർ രവിക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരി സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ കച്ചവടക്കാരെയും തൊഴിലാളികളെയും നിസാരവൽക്കരിക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന ഇത്തരം പരാമർശങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. VD സതീശന് ക്ലീൻ ചിറ്റ് നൽകിയത് അസാധാരണമെന്ന് MV ഗോവിന്ദൻ.
പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയത് അസാധാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. MLA എന്ന നിലയിൽ വി.ഡി. സതീശൻ വിദേശയാത്ര നടത്തിയത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതി വാങ്ങാതെയാണ്. അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയും വാങ്ങിയിട്ടില്ലെന്ന് M.V. ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വി.ഡി. സതീശൻ ഫണ്ട് ചോദിക്കുന്ന വീഡിയോയും M.V. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിനിടെ പ്രദർശിപ്പിച്ചു. പ്രളയ സമയത്ത് മന്ത്രിമാർ വിദേശത്തു പോയി വിദേശ മലയാളികളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നില്ല. വിദേശത്തു പോയി ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഫണ്ട് ചോദിക്കുന്ന വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. UK സന്ദർശനത്തിനിടെ ആളുകളെ വിളിച്ചുകൂട്ടി ഓരോരുത്തരും 500 പൗണ്ടെങ്കിലും നൽകണമെന്ന് വി.ഡി. സതീശൻ അഭ്യർത്ഥിച്ചു. ആരുടെയൊക്കെ സഹായം കിട്ടിയെന്നും എത്ര ഫണ്ട് വാങ്ങിയെന്നുമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും M.V. ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. നടിമാരായ ശ്വേതാ മേനോനും ലക്ഷ്മി പ്രിയയ്ക്കുമെതിരായ പരാതി അൻസിബയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ചലച്ചിത്ര താരങ്ങളായ ലക്ഷ്മി പ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരായ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ നടി അൻസിബ ഹസൻ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസിൽ എതിർകക്ഷികളായ പാലാരിവട്ടം SHO, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, സർക്കാർ എന്നിവർക്ക് നോട്ടീസ് അയക്കാനും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഉത്തരവിട്ടു. കേസ് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മിപ്രിയ തനിക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നാണ് അൻസിബയുടെ പരാതി. തന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കുക, പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലുള്ളത്. താൻ മദ്യപാനിയാണെന്നും രാത്രി വൈകി ഒരാളെ മുറിയിലേക്ക് വിളിച്ച് വരുത്തിയെന്നുമുള്ള വ്യാജവും അപകീർത്തികരവുമായ ആരോപണങ്ങളാണ് ലക്ഷ്മിപ്രിയ വീഡിയോയിൽ ഉന്നയിച്ചിട്ടുള്ളതെന്ന് അൻസിബ ഹർജിയിൽ പറയുന്നു. ലക്ഷ്മിപ്രിയയും യൂട്യൂബ് ചാനലിന്റെ ഉടമയും ശ്വേതാ മേനോനും ചേർന്ന് തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഇത്തരം പരാമർശങ്ങളെന്നും അൻസിബ പറയുന്നു. BSNL സൊസൈറ്റി കള്ളപ്പണ കേസ് 37.59 കോടി രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി. തിരുവനന്തപുരത്തെ BSNL സൊസൈറ്റി കള്ളപ്പണ കേസിലെ പ്രതികളുടെ സ്വത്ത് താൽക്കാലികമായി കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 37.59 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. കേസിൽ 16 പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള 120ഓളം സ്ഥാവര സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് പ്രതികളുടെ സ്വത്തുക്കൾ. കണ്ടുകെട്ടൽ ഉത്തരവ് ED റവന്യൂ അധികൃതർക്ക് കൈമാറി. 300 കോടി രൂപയിൽ അധികം തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തൽ. സൊസൈറ്റി മുൻ പ്രസിഡന്റ് AR ഗോപിനാഥൻ, സെക്രട്ടറി പ്രദീപ് കുമാർ, ക്ലർക്ക് രാജീവ് ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരുമാണ് കേസിലെ പ്രതികൾ. AR ഗോപിനാഥൻ മരണപ്പെട്ടിരുന്നു. BSNL സൊസൈറ്റി കള്ളപ്പണക്കേസിൽ ഈയിടെയാണ് ED അന്വേഷണം പുനരാരംഭിച്ചത്. മെഡിക്കൽ കോളേജിൽ ലഹരിയുമായി കൂട്ടിരിപ്പുകാരി പിടിയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ യുവതിയുടെ കയ്യിൽ നിന്ന് ഹാഷിഷ് ഓയിൽ പിടികൂടി. 28 ഗ്രാം ഹാഷിഷ് ഓയിലുമായി വയനാട് സ്വദേശി അശ്വതിയാണ് പിടിയിലായത്. മെഡിക്കൽ കോളേജ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 41-ാം വാർഡിൽ നടത്തിയ പരിശോധനയിലാണ് അശ്വതിയെ പിടികൂടിയത്. ജയിലിൽ കഴിയുന്ന ഭർത്താവിന് നൽകാനാണ് ഹാഷിഷ് ഓയിൽ അശ്വതി കയ്യിൽ കരുതിയത്. ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്കായി എത്തുന്ന തടവുകാരുടെ പക്കൽ ലഹരി കൈമാറാനായിരുന്നു അശ്വതി പദ്ധതിയിട്ടിരുന്നതെന്നാണ് പോലീസ് കരുതുന്നത്. അശ്വതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മഴ ശക്തമാകുന്നു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്, 9 ജില്ലകളിൽ യെല്ലോ. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്.